ഹലോ ഗൈസ്, നമുക്ക് നേരെ ഗവിവിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. നിങ്ങൾ ഈ കാണുന്നത് കക്കി ഡാമാണ് കേട്ടോ. വെള്ളം തുറന്നു വിടുന്ന സീനാണിത്. അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ കിട്ടുന്ന കാഴ്ചയല്ല. ഗവി വഴി പോകുമ്പോൾ 4 ഡാമുകളെ കടന്നാ പോകുന്നത്. കക്കി ഡാം, ആനത്തോട് ഡാം, പമ്പ ഡാം, ഗവിയാർ ഡാം. നയനസുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ മുഴുവനും. നല്ല കാഴ്ചയാണ് കണ്ടോ. ഓർഡിനറി മൂവിയിൽ ആസിഫ് അലി ക്ലൈമാക്സിൽ ഒരു ഡാമിലേക്ക് എടുത്തിയാടുന്ന സീനില്ലേ, അതെല്ലാം ഈ ഏരിയ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. കേരളത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ആയ ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമാണ് ഇതൊക്കെ. ഇതിന് റിസർവോയർ ഉണ്ട്. ഈ റിസർവോയറിൽ നിന്നുള്ള വെള്ളം ഒരു ടണൽ വഴി പത്തനംതിട്ടയിൽ തന്നെയുള്ള മീനാർ ഡാമിലേക്ക് ഡൈവേർട്ട് ചെയ്യും. ഇവിടെ ഒന്നും വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഡാം ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഇഷ്ടം പോലെ നമുക്ക് എക്കോ സ്പോട്ടുകളുണ്ട്. അവിടെ ഒക്കെ നിർത്തി തരും. ഇഷ്ടം പോലെ ഫോട്ടോസും എടുക്കാം. ഓക്കെ, അത് അങ്ങോട്ട് നോക്കൂ. മുറ്റത്തൊരു ഞാൻ അനന്തത്തിലേക്ക് നോക്കി വെറുതെ നിൽക്കാണ്. ഒരു കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു റിസർവോയർ, അതിതാണ് കേട്ടോ. ഇവിടെ ഒക്കെ മനോഹരാണ്. നമുക്ക് നടന്ന് ഇറങ്ങി ഒക്കെ വ്യൂസ് ആസ്വദിക്കാം. മൂടൽമഞ്ഞിൽ പെട്ട് കൂട്ടം തെറ്റരുതെന്ന് മാത്രം. ഇവിടെ ആന വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ഭാഗമാണ്. ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് വെള്ളമൊക്കെ ആനകൾക്ക് കാട്ടിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് ആ പേടി വേണ്ട. കുമളിന്ന് ഗവി വഴി തിരിച്ച് പത്തനംതിട്ട പോകുന്ന KSRTC ആണിത്. വെറുതെ കൂവലും ബഹളവും ഒരു രസം. ഓക്കെ ഗൈസ്, ബാക്കി പിന്നെ ബൈ.